So, welcome to Thailand. A few moments later. ഇന്നലെ നമ്മൾ രാത്രി പെയ്തതാണ്. നൈറ്റ് വേറെ പക്കത്ത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. വിശ്വസിക്കാൻ പറ്റില്ലാതിരിക്കും. ഇങ്ങനെയായിരുന്നു നൈറ്റ് എന്നുള്ളത്. ഇത് ബീച്ച് സൈഡിലുള്ള റോഡാണ്. ചുമ്മാ അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടെ. കൊള്ളാം. എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. Yeah, of course. Take lift. ഇതിപ്പോൾ ഞങ്ങളൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇപ്പോൾ ഒരു ബീച്ച് സൈഡിലുള്ളതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഫുഡ് എന്ത് കഴിക്കുമെന്ന് അറിയില്ല. വ്യൂ കണ്ട ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കുറേ പേരവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ കിടന്നത്. അപ്പോൾ പിന്നെ എണീറ്റപ്പോൾ തന്നെ ഉച്ചയായി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ. അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. ഇതൊരു അമൃത്സർ റെസ്റ്റോറൻറ്റ്. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ. നല്ല അടിപൊളി വ്യൂ കണ്ടില്ലേ. അവിടെ നിന്ന് മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ബൈക്കിൽ ചെത്തിപ്പോയിക്കൊണ്ടിരിക്കുക. നല്ല ആംബിയൻസ് ആട്ടോ അവിടെ. ഇവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്. കുറേ പേര് 2 പേര് അവിടെ മറ്റേ ബോട്ടിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. കുറേ നേരം അവിടെ നിൽക്കണം. നല്ല രസമുണ്ട് കേട്ടോ വ്യൂ കാണാൻ. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തു. എന്തൊക്കെയോ പിടിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്ലേറ്റ് പഞ്ചാബി. ഹെവി റെയിൻ. നല്ല മഴയായിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ്.
കുറേ ഐറ്റംസ് ഉണ്ട്. മട്ടൺ, ദാൽ, ഇതൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. ഇനി ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞിട്ട് പോകണം. വേറെ ഏതെങ്കിലും ബീച്ച് സൈഡ് അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏതൊക്കെ തരം വണ്ടികളുണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഏത് ബ്രാൻഡാണെന്ന് ഒരു പിടിയില്ല. ഇടലും സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി എടുത്തിട്ട് വിടണം. ക്യൂവിലടിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. വണ്ടിയുടെ എണ്ണ കഴിഞ്ഞാൽ ക്യൂവിലടിച്ചിട്ട് വേണമെങ്കിൽ ബീച്ച് ഉണ്ടാവും. സം പ്രോഗ്രാം എന്തോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. എന്താ സംഭവം അറിയില്ല. Traditional Southern. Today they have to pull this to back to the temple. ടെമ്പിളിലേക്ക് എന്തോ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അമ്പലത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ തേര് അങ്ങനെ എന്തോ കൊണ്ടുപോകില്ലേ, അതേപോലത്തെ സെയിം ട്രഡീഷനാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു പറഞ്ഞത്. എല്ലാവരും വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളോട്ടോ. ഇവരുടെ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ MVD കണ്ട തല ഇറങ്ങി വീഴും. അമ്മാതിരി ലെവൽക്കാണ് മോഡിഫിക്കേഷൻ. ഒരു രക്ഷയില്ല. ഈ വണ്ടി മറ്റേ നമ്മുടെ ഫോർഡ് എൻഡവറിൻ്റെ കേട്ടോ. അത് എവറസ്റ്റ് അവിടെ വരും. നമ്മുടെ ഇന്ത്യയിൽ ഇത് വരും പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. വണ്ടികളൊന്നും ഒരു രക്ഷയില്ല. വേറെ ലെവലാണ് ഇവിടുത്തെ. ആംബുലൻസ് ഉണ്ടായിട്ടുണ്ട്. I don't know this one or not. മഴയാണ് കേട്ടോ. മഴയായതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ പക്ഷിയിലിരിക്കണം. യമഹയാണ് കേട്ടോ. നാട്ടിൽ വന്ന് തകർക്കാം കിട്ടില്ല സാധ്യത. ഇനി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കയറി കാച്ചോടെ ആകെ മഴയാണ്. എന്തായാലും അവിടെ പോയി നിൽക്കാം.
ഹായ്, ഇതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. നമ്മൾ വന്ന വഴി ആ കാണുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു. ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ടോപ്പിലൊരു സംഭവമുണ്ട്, അവിടെ നിന്ന് കയറി. നല്ല ഹെവി റെയിൻ വരാൻ പറ്റുന്നുണ്ടോ? ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ. വ്യൂ ഒക്കെ നല്ല രസമായിട്ട് തോന്നും. നല്ല കാറ്റ്, അടിപൊളി വെതർ. കടലുണ്ടല്ലേ. Nobody don't. People don't hold it. Oh my god. I never come here. How do you know this place? I know from my customer. I know from my customer. They close already or not yet? Email. I don't know. കാറ്റും കൊടുങ്കാത്ത ഓണം വരാമോ? ഇതിപ്പോൾ ഒരു കഫേയാണ് കേട്ടോ, ഒരു ഹില്ലി. ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല നൈസ് റോഡായിരുന്നു. വണ്ടി എടുത്ത് റൈഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ മേലെ ഒരു കഫേ ഉണ്ട്, ചുമ്മാ അവിടെ അങ്ങനെ ഒരു കാപ്പി കുടിച്ച് മേടിക്കാൻ അങ്ങനത്തെ സ്ഥലം. കുറേ പേര് വരുന്നുണ്ട് ഇവിടെ. നല്ല ആംബിയൻസ് ആണ്, ഒരു കാടിൻ്റെ ഉള്ളിൽ ഉള്ള പോലെ തോന്നും നമുക്ക്.
വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമുക്ക്. ഫുക്കറ്റ് ടൗണ്. Can we see all Phuket town? നമുക്ക് ഫുക്കറ്റ് ടൗണ് കാണാൻ പറ്റും കേട്ടോ. ഇവളാണ് എന്നെ ഗൈഡ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നിന്ന് മേലെ നിന്ന് കയറി കഴിഞ്ഞാൽ കാണാമെന്നാണ് പറയണത്. ഓക്കെ ഓക്കെ. ഫുക്കറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത ആൾക്കാരായിരിക്കാം. അത് ഭംഗിയുണ്ട് കാണാൻ. വാവ്, ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങളെല്ലാവരും. ഭയങ്കര രസമാണ്. ഓ മൈ ഗോഡ്, വ്യൂ നോക്കിയാൽ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഹോൾ ഫുക്കറ്റ് സിറ്റിയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഫോണെങ്ങാനും ഡ്രോപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. നോക്കണ്ട. ഫുള്ള് സിറ്റി നമുക്ക് കാണാൻ പറ്റും. കൊള്ളാം. ചുമ്മാ വന്നിങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇതാണ് കേട്ടോ അടിപൊളി വ്യൂ പോയിൻ്റാണ്. കൊള്ളാമല്ലേ? ഇപ്പം ഇതിൻ്റെ താഴെ ഒരു കഫേ ഉണ്ട്. ഞങ്ങളിപ്പോൾ അത് ഇവിടെയൊക്കെ ആയിട്ട് വരും. ഈ പോയിന്റിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ പോയിട്ട് കോഫി കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഫേ. ഇതൊരു കാടിൻ്റെ സൈഡിൽ ബിൽഡ് ചെയ്തിട്ടൊരു സെറ്റപ്പ്. രസമുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. കുറേ ആൾക്കാർ ഫുഡൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ എന്താ സ്പെഷ്യലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഗണപതി സഫിക്ക ആയ ഗണപതി ഭഗവാനുണ്ട് കേട്ടോ. നൈസ് ആംബിയൻസ് കേട്ടോ, രക്ഷയില്ല. മൗണ്ടൻ വ്യൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും കോഫി പറഞ്ഞിട്ട് ബാക്കിയുള്ള നോക്കാം. So heavy. എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഇവിടെ തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ പോവാണ്. ബസ് വന്നു. ടാറ്റാ. ബസ് പിടിക്കട്ടെ. അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടോ. ഇത് പണ്ട് ഇവിടെ ഡൊമസ്റ്റിക്കിൽ ഇറങ്ങിയായിരുന്നു. ഈ ബസ്സിലാണ് വന്നത്. ഇനിയിപ്പോൾ നേരെ ഇൻ്റർനാഷണൽ ടെർമിനൽ അപ്പുറത്താണ് അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം 2 മണി. ബോർഡിങ് എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ കയറി ഞായറാഴ്ചയുടെ കൗണ്ടർ അവിടെ നോക്കണം. റേഡിയില്ല ഞാൻ എവിടെയാണെന്നുള്ളത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടോ. ഇപ്പോൾ ഇവിടെ നേരെ പാസ്പോർട്ട് കൺട്രോൾ. എൻ്റെ 2ാമത്തെ മലേഷ്യ എന്നുള്ള ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരത്തി തായി കുട്ടി ഉണ്ടായിരുന്നു. അവൾ എനിക്ക് സെറ്റാക്കി തന്നു. അവളുടെ ഫോൺ ത്രൂ ആക്കിയിട്ട് എനിക്ക് എയർ ഡ്രോപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് പെനാൽറ്റി കിട്ടും. ചെക്ക് ഇൻ എയർലി ചെയ്യണം എപ്പോഴും എയർ ഏഷ്യ എടുക്കുമ്പോൾ. അങ്ങനെ പാസ്പോർട്ട് കൺട്രോളൊക്കെ കഴിഞ്ഞു. എൻ്റെ ബാഗ് കുറച്ച് ചെക്ക് ചെയ്ത് വരുന്നതിനും കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ. താഴെ സ്പെഷ്യൽ സംഭവങ്ങൾ എല്ലാം ഇവിടെയും കിട്ടും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും മിക്കവാറും. ഇനി ടൂറിസ്റ്റിൻ്റെ വാറ്റ് റിഫണ്ട് ഉണ്ട് ഇവിടെ. അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഒന്ന് പോയി ചോദിച്ചൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികളോ. നമുക്ക് പൈസ തിരിച്ചു കിട്ടും നമ്മളെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ. വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്. ഈ എയർപോർട്ടിൽ കുറേ ഓടിയതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. ഫ്ലൈറ്റ് കിട്ടാതെ ലേറ്റായിട്ട്. ഈ എയർപോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നേരെ കാണുന്നത് കടലാണ്. കടലിൻ്റെ തൊട്ടപ്പുറത്താണ് എയർപോർട്ടും റൺവേയും എല്ലാം കിടക്കുന്നത്. വെറൈറ്റി അല്ലേ ശരിക്കും. ഫ്ലൈ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ. രക്ഷയില്ല. അടിപൊളിയാണ് മൊത്തത്തിൽ. എയർപോർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കടൽ.
നമുക്കിനി സമയമുണ്ട്. ഞാനിവിടുന്ന് ബ്യൂട്ടി ഫ്രീ എന്നൊരു സാധനം മേടിച്ചാൽ സോറി പതിവ് പോലെ എല്ലായിടത്തും കിട്ടണ പോലെ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അരമണിക്കൂറാണ്, പക്ഷെ സീനില്ലാന്ന് വിചാരിക്കുന്നു. ഓപ്ഷനല്ല എന്തായാലും. ഡിലേ എന്ന് വെച്ചാൽ ഡിലേ 2.5 മണിക്കൂർ അവിടെ ഗ്യാപ്പുള്ളത് കൊണ്ട് മറ്റേ ഫ്ലൈറ്റ് പോകില്ലാന്ന് വിചാരിക്കണം. നല്ല വെള്ളം എന്താകും. ഇവിടുത്തെ സിസ്റ്റമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഗ്ലാസ് എടുക്കുക, പൊടിപ്പോയി ഗ്ലാസ് എടുക്കുക, ഇവിടെ നിന്ന് നേരെ ഈ എയർപോർട്ടിൻ്റെ ഒരു ടോപ്പ് ഭാഗമാണ് കേട്ടോ. അപ്പുറത്ത് ഡൊമസ്റ്റിക് ടെർമിനലാണ്, ഇതിൽക്കൂടെയാണ് നേരത്തെ നമ്മൾ ബസ് കാണുന്നത്. വർഷം ഇവിടെ നല്ല ചേഞ്ചസ് ഉണ്ട്. പണ്ട് ഇവിടെ വന്നായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ, പക്ഷെ കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. ഒടുവിൽ നമ്മുടെ ഫ്ലൈറ്റ് ചാലുവായിട്ട് വന്നു. ഇനി അവിടെ എത്തുമെന്ന് വിചാരിക്കണം. അരമണിക്കൂറുള്ളൂ, 1.5 മണിക്കൂർ ഡിലേ ആയി. കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കയറി നോക്കാം. അങ്ങനെ കയറാൻ പോവാണ്. മലേഷ്യയിൽ നിന്നുള്ള പെമ്പിള്ളേരാട്ടോ. അവർ ഇവിടെ ടിക്ടോക്ക് എടുത്ത് ഫുള്ള് ഡാൻസ് കളിയാണ്. ഈ എയർ ഏഷ്യയിലൊരു പ്രത്യേകട്ടോ, ഫ്ലൈറ്റിൽ പാട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എവിടെയും കണ്ടിട്ടില്ല വേറെ. എത്തിയിട്ടപ്പോൾ മലേഷ്യ ലേറ്റായത് ഒരു ബസ് റണ്ണിങ്ങിൽ പിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസിറ്റ് പോകണം. അതിന് മുന്നേ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നോക്കാം. ഉദ്ദേശിച്ച ഭക്ഷണമൊന്നും ഫ്ലൈറ്റിലുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു എയറോ ബ്രിഡ്ജ് ഉണ്ട് ശരിക്കും. ഈ എയർപോർട്ടിൽ മാത്രമേ അതുള്ളൂ, കാണിക്കാൻ പറ്റില്ല, ഇരുട്ടായി പോയി. ഇവിടെ മലേഷ്യയിലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഇവരൊന്നും നമ്മുടെ നാട്ടുകാരല്ല, മലേഷ്യൻസാണ്. കണ്ടില്ലേ ചേച്ചി? സോറി, താങ്ക് യു. പുള്ളി എനിക്ക് മാറി വന്നാട്ടോ, നല്ല മനസ്സിലായിരുന്നു. ഇപ്പോൾ മലേഷ്യൻസ് ഇന്ത്യ കണ്ടുണ്ടാവില്ല, പക്ഷെ ഇന്ത്യക്കാരുടെ പോലെയാണ്, തമിഴന്മാരാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ എയറോ ബ്രിഡ്ജ് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ആയിക്കോട്ടെ നടന്നു പോകുമ്പോൾ നമ്മുടെ താഴെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ സെറ്റ്. വേറൊരു എവിടെ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വെറൈറ്റിയാണ്. ഇപ്പോൾ നേരെ നമുക്ക് ട്രാൻസ്ഫർ എത്തണം. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിന്ന് നമ്മുടെ അടുത്ത് ബാഗും ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ വരണേ. ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ എന്തായാലും അവിടെ പോയിട്ട് നോക്കി നോക്കാം. കുറേ പേരുണ്ട് കേട്ടോ. ട്രോളിയൊന്നും ലോഡല്ല, ബാഗ് എടുത്തിട്ട് കിടക്കണം. അത് ചെക്ക് ചെയ്തു. ഇനി നമ്മുടെ എയർപോർട്ടൊക്കെ മാറിയ പോലുണ്ട്, കൊള്ളാം. ഹോളി എയർപോർട്ട് ഇൻ്റർനാഷണൽ ഡിപ്പാച്ചർ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ കോണി കയറി പോകണം. ഹാപ്പി ദീപാവലി. ഇന്ത്യക്കാരുടെ മെയിൻ സ്ഥലമാണ് കേട്ടോ ലിറ്റിൽ മലേഷ്യ. ഡ്യൂട്ടി ഫ്രീ ആണ്. നമുക്ക് അവിടെ നിന്ന് ഐറ്റംസൊക്കെ മേടിക്കാം. സമയമുണ്ടോയെന്നറിയില്ല, ചുമ്മാ സമയമുണ്ടെങ്കിൽ വന്നിട്ട് വേണമെങ്കിൽ നോക്കാം. പക്ഷേ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഓൾമോസ്റ്റ് ടൈം ആവാറേ തുടങ്ങി. നമ്മുടെ ഗേറ്റ് L4 കാണിക്കണേ. ഇതിവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ. അത്ര വില കുറവുണ്ടോയെന്ന് എനിക്ക് നോക്കാനുള്ള ടൈമൊന്നുമില്ല. ഫുള്ള് മദ്യം അങ്ങനത്തെ ഐറ്റംസാണ്, ചോക്ലേറ്റ്സ്. അത് ഒരുപാട് നടക്കാനുള്ള കാരണം നമ്മളിത് നോക്കി നടന്നാൽ എൻ്റെ ഫ്ലൈറ്റ് പോകും. കുറേ ഐറ്റംസ് ഉണ്ട്.
L4 എവിടെയാണോ ടാക്സി വിളിക്കേണ്ടി വരും. നമ്മുടെ UK കാരുണ്ടല്ലോ ഇവിടെ WHS നെറ്റ്. ഇതൊരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ കറക്റ്റ് എൻ്റെ ടെർമിനലിലേക്ക്, എൻ്റെ ഗേറ്റിലേക്ക്. നടന്നു വയ്യണ്ടായി. ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ, മലേഷ്യൻ ഐറ്റംസാണ് ഇവിടെ. കോഫി, ഫ്രൂട്ട്സ്, കുറേ ഐറ്റംസ് ഉണ്ട്. മാംഗോ, കൊള്ളാം. അങ്ങനെ നമ്മൾ നമ്മുടെ കൊച്ചിയിലെത്തി. ഇനി നമ്മുടെ കാറെടുത്ത് പോകണം. അങ്ങനെ തായ്ലാൻഡ് പര്യടനം കഴിഞ്ഞു. ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. എൻ്റെ ഫോൺ സ്ഥലവുമില്ല, കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത് നേരെ പോവുക. അങ്ങനെ എത്തി. കറക്റ്റ് 12 മണി തൊട്ട് 12:17 നേരെ നമ്മുടെ വണ്ടി എടുക്കുക, വിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ്. ഇനി അടുത്തൊരു അഡ്വഞ്ചറായിട്ട് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. ബായ്.